ഒരു റിസർവേഷൻ പാസ്സാക്കാൻ വേണ്ടി ഈ പറയുന്ന എന്താ പറയുന്നത് മണ്ഡലം പുനർനിർണയം നടത്തേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യകതയും ഇല്ല എന്ന് ആർക്കും മനസ്സിലാവും. ഏത് സാമാന്യ LLB ബിരുദമുള്ളവർക്കും അത് മനസ്സിലാവും. അത് നടപ്പിലാക്കാൻ അങ്ങനെ ഒരു ബാരിയർ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാരിയർ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇവർ 2023 ഈ ബില്ല് പാസ്സാക്കിയത്? ഇപ്പൊ പാസ്സാക്കിയാൽ മതിയായിരുന്നല്ലോ. എന്തിനാണ് 3 വർഷം മുമ്പേ അതിനുവേണ്ടി കാത്തിരുന്നത്? ഇനി 2026 വരെ ഇത് മാറ്റിവെക്കുകയും 84th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ 2027 പൂർത്തിയാവുന്ന സെൻസസിനെ ബേസ് ചെയ്ത് വേണം മണ്ഡലം പുനർനിർണയം നടത്താൻ, അല്ലെങ്കിൽ ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട റിസർവേഷൻ നടത്താൻ. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? 2011 ബേസ്, 2011 ബേസ് എന്ന് നിയമമന്ത്രി പറഞ്ഞിട്ടില്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല, നാഷണൽ മീഡിയസ് ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ 2011 ബേസ് എന്ന് തൽക്കാലം വിശ്വസിക്കാൻ പറ്റും. അല്ലാതെ പത്മനാഭൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങളെല്ലാം നൽകുന്ന റിപ്പോർട്ടുകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ 2011 ബേസ് എങ്കിൽ 16 വർഷം പിന്നെ പുറകോട്ടടിക്കുകയാണ് ആണല്ലോ. 16 വർഷത്തിന്റെ പിറകിലുള്ള ഒരു സെൻസസ് ബേസ്ഡ് ഡാറ്റയെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അതിനുശേഷം ഉണ്ടായ ഒരു പോപ്പുലേഷൻ ഹൈക്കിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുക? ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇപ്പൊ നേരത്തെ മുഹമ്മദ് വർഗീസ് സാർ വളരെ കൃത്യമായി പറഞ്ഞു. ഈ പറയുന്ന ഹിന്ദി ഹോട്ട് ലാൻഡ്, അവിടെ നിന്നാണ് എല്ലാ കാലത്തും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ അവർ പുറകിൽ പോയെങ്കിലും അവരുടെ ബഹുഭൂരിപക്ഷം സീറ്റുകളും വരുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നാണ്. അവിടെയാണ് സംഘ് പരിവാറിന് വേരോട്ടമുള്ളത്. ആ സ്ഥലങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു നാരോ മൈൻഡഡ് പൊളിറ്റിക്സ് ചിന്തിച്ചാൽ അത് BJPക്ക് അനുകൂലമാകും എന്നതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് ചിന്തിച്ചേക്കാം. അതും ഒരു റീസൺ ആണ്. പക്ഷേ എവിടെയാ പ്രശ്നം ഉണ്ടാവുന്നത്? നിലവിൽ കേരളം 1 രൂപ കൊടുക്കുന്നു, നമുക്ക് കേന്ദ്ര സർക്കാർ തിരിച്ചു തരുന്നത് എത്രയാ? 60 പൈസയാ അല്ലെങ്കിൽ 70 പൈസയാ. എന്നാൽ ഉത്തർപ്രദേശ് 1 രൂപ കൊടുക്കുമ്പോൾ ഫണ്ട് അലോക്കേഷന്റെ കാലത്ത് 2, 3, 4, 5 കിട്ടുന്നു. അവിടെയാണ് ഒരു കളക്റ്റീവ് ഫോഴ്സായി നിന്നുകൊണ്ട് MPമാരാണല്ലോ ഫണ്ട് അലോക്കേഷൻ പിടിച്ചു മേടിക്കേണ്ടത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ടീമായി നിന്ന് സംസാരിക്കേണ്ടത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തേണ്ടത് MPമാരാണ്. അപ്പോൾ ആ MPമാർ എണ്ണം ഭൂരിപക്ഷം ഈ പറയുന്ന സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറയുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ മാർജിനലൈസ്ഡ് ആവും, നമ്മൾ സൈഡ് ലൈൻ ഉണ്ടാവും. നമ്മുടെ MPമാർ ഇപ്പൊ അത് BJPക്ക് ഇനി ഇവിടുന്ന് ഒരു MP ഉണ്ട്, അല്ലെ 10 MP ഉണ്ടെന്നിരിക്കട്ടെ, പോട്ടെ 20 സീറ്റ്. നിലവിലെ അവസ്ഥയിൽ 20 സീറ്റിലും BJPയുടെ MPമാർ കേരളത്തിൽ നിന്ന് ജയിച്ചു എന്നിരിക്കട്ടെ. പക്ഷെ നമ്മളെന്താ ആസ് എ സ്റ്റേറ്റ് നമുക്കുള്ളത് വെറും 20 MPമാരാണ്. ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ ഇപ്പോൾ അത് 80 ഉണ്ട്. ഇപ്പോൾ പോലും ആ ഒരു ഇൻപാരിറ്റി ഇൻ ഇക്വാലിറ്റിയുള്ള ഒരു വലിയ ഗ്യാപ്പ് അത് ഇപ്പോൾ പോലും നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്.